ഈശോ മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ലോകരക്ഷകനായ ഈശോ മിശിഹായുടെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. തിരുപ്പിറവിയുടെ ഏറ്റവും അടുത്ത ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോമ്പെടുത്തും പ്രാർത്ഥിച്ചും സുഹൃത ജപങ്ങൾ ചൊല്ലിയും വചനം വായിച്ചും നമ്മൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ മുന്നോടിയായ പ്രവാചകനായ സ്നാപയോഹന്നാനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വചനത്തിൽ വായിച്ചു കേൾക്കുന്നത്. ഈ സ്നാപയോഹന്നാൻ്റെ ജീവിതശൈലി നമുക്കൊക്കെ ഏറ്റവും നല്ല മാതൃകയാണ്. ഈ ജീവിതശൈലി നമുക്ക് പകർത്താൻ സാധിക്കുകയാണെങ്കിൽ ഈ തിരുപ്പിറവിയുടെ ഒരുക്കങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, സ്നാപയോഹന്നാൻ്റെ 2 ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ സുഹൃതങ്ങളാക്കി മാറ്റാനായിട്ട് ഈ തിരുപ്പിറവിയുടെ ഒരുക്ക കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. ഒന്നാമതായിട്ട് സ്നാപയോഹന്നാൻ്റെ വസ്ത്രദാന രീതിയും ഭക്ഷണ രീതിയുമാണ് നമ്മൾ കാണുന്നത്. സ്നാപയോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽപ്പട്ടയും ധരിച്ചിരുന്നു എന്നാണ് നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്നത്. അത്രമാത്രം ലാളിത്യമുള്ള ഒരു വസ്ത്രദാന രീതി. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഒത്തിരി വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് മാതൃകയാക്കേണ്ട ഒരു രീതിയാണത്. അനാവശ്യമായ നമ്മുടെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂടുന്ന ആ ശൈലി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വസ്ത്രദാന രീതിയിൽ ലാളിത്യമുള്ള ഒരു വസ്ത്രദാന ശൈലിയിലേക്ക് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ട്, സ്നാപയോഹന്നാൻ്റെ ഭക്ഷണ രീതി നമ്മൾ കാണുന്നുണ്ട്. കാട്ടുതേനും വെട്ടുകിളിയുമായിരുന്നു അവരുടെ ഭക്ഷണം കാണുന്നത്. ഇന്ന് വളരെ രുചിയേറിയ ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ നമുക്കും നമ്മുടെ ഭക്ഷണത്തിലും ഒരു ലാളിത്യം കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ വസ്ത്രദാന രീതിയിലും നമ്മുടെ ഭക്ഷണശൈലിയിലും ഒരു ലാളിത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുപ്പിറവിക്കായിട്ട് ഈ സ്നാപയോഹന്നാൻ്റെ ഈ ശൈലി ജീവിതത്തിൽ സുഹൃതമാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് സ്നാപയോഹന്നാൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എളിമയെന്ന ഒരു പുണ്യം സുഹൃതം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണെന്നും അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പോലും അഴിക്കാൻ ഞാൻ യോഗ്യനല്ലെന്നും ഒപ്പം തന്നെ ഞാൻ ജലത്താൽ സ്നാനം നൽകി, അവൻ പരിശുദ്ധാത്മാവിന് സ്നാനം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എളിമപ്പെടുത്തുന്ന സ്നാപക യോഹന്നാനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ഈ എളിമയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ, നമ്മുടെ ജോലിയിടങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന മേഖലകളിൽ, വിദ്യാലയങ്ങളിൽ നമുക്ക് എളിമയോട് കൂടി വ്യാപരിക്കാൻ, നമുക്ക് സ്നാപയോഹന്നാനെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ എളിമയോടുകൂടി വ്യാപരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, ലോകരക്ഷകനായ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ, രക്ഷകൻ്റെ മുന്നോടിയായ സ്നാപയോഹന്നാൻ്റെ ഈ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഏറ്റവും ഒരുക്കത്തോടു കൂടി ഈ തിരുപ്പിറവി ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ സ്നാപയോഹന്നാൻ്റെ മാതൃക, തൻ്റെ ജീവിതശൈലിയുണ്ടായ ആ ലാളിത്യം നമുക്കും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് എളിമയോടുകൂടി വ്യാപരിച്ചുകൊണ്ട് രക്ഷകനായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും രക്ഷകനായ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ ആശംസകൾ മുൻകൂട്ടി നേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും രക്ഷകനായ ക്രിസ്തു പ്രദാനം ചെയ്യുന്ന സമാധാനവും അനുഭവിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.